പാർത്ഥ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചില സീറ്റുകൾ നേടും എന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സീറ്റുകൾ? അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? പ്രധാനമായും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് പിണറായി വിജയന് വളരെ ശക്തമായ ആകാംക്ഷയും അതുപോലെ തന്നെ ഭയവും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് മുമ്പ് വരെ എല്ലാ ആളുകളും ചിന്തിച്ചിരുന്നത് ഒരു മൂന്നാം LDF സർക്കാർ വരും. ഈ കോൺഗ്രസ് പാർട്ടിയിലാകെ അടിയും ഇടിയും ഒക്കെയാണ്. BJP അത്ര ശക്തരല്ല, അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളിൽ അവർ പിടിച്ചാലും മാക്സിമം ഇത്രത്തോളേക്ക് പോകുള്ളൂ, അതുകൊണ്ട് എന്തായാലും LDF വരും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇത് ആർക്കാണ്, എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്ന വിധത്തിലാണ് കോൺഗ്രസ് അബോധപൂർവമായ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കിയത്. BJPയും നല്ല മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. അതോടുകൂടി ആളുകൾ ആ ഒരു ഈ പറഞ്ഞിരുന്ന ട്വിസ്റ്റ്, അതായത് ഇത് നേരെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു തരത്തിലും LDF വരില്ല, മാത്രമല്ല കോൺഗ്രസ് ആണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം മാധ്യമങ്ങൾക്കും അതുവഴി സർക്കാർ സംവിധാനങ്ങൾക്കും വന്നു. സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരല്ല, ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ഒക്കെ ആ ഒരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി P. ശശിയുടെയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇൻ്റലിജൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രാഷ്ട്രീയ നയരൂപീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ക്യാമ്പിനെ, വയനാട്ടിൽ നടന്നിട്ടുള്ള ക്യാമ്പിനെ വെച്ചുകൊണ്ട് വലിയ തരത്തിൽ മൈലേജ് കൊടുക്കുകയും ഭരണം മാറും എന്ന നിലയിലുള്ള നറേഷൻ കൊടുത്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ പറയുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിനകത്ത് കേരളത്തിൽ UDFന് എത്ര, BJPക്ക് എത്ര എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ 2 മാസം കൂടുമ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്ത് പിണറായി വിജയൻ്റെ മേശപ്പുറത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ BJPയുടെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. UDFൻ്റെ കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ചില ജില്ലകളുണ്ട്. ആ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുണ്ട്. അതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ അണികൾ വലിയ പ്രതിഷേധത്തിലാണെന്നും ക്രിസ്ത്യൻ ഭൂരിപക്ഷം BJPക്കൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കോട്ടയത്ത് നിന്ന് സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്ന് സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ, അതുപോലെ കാസർഗോഡ്, ഈ ജില്ലകളിൽ നിന്ന് സീറ്റ് BJP പ്രതീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ BJP പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ്. 1-2 സീറ്റ് ഇപ്പം പറയുന്നത് നിയമം പോലത്തെ ഒരു സീറ്റ് BJPക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു ആദ്യം ചർച്ച ഉണ്ടായിരുന്നത്. എന്നാൽ ആ രീതിയിലല്ല, ഒരു 10 സീറ്റിനടുത്ത് BJPക്ക് പിടിക്കുമെന്നുള്ളത് തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ട് വരുന്നത്. അതൊരു പ്രോപ്പർ ചാനലിലൂടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തിയ റിപ്പോർട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ പറയുന്നത് തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടിയല്ല ആര് മത്സരിച്ചാലും അവിടെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ ഭൂരിപക്ഷം, മെജോറിറ്റി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് കയറും എന്നുള്ളത് തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും അത് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. ഇതിനിടയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ കളിച്ചതുപോലെ മുരളീധരനെ പോലെ ഒരു ശക്തനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് ബലിയാടാക്കാൻ കോൺഗ്രസ് ഇത്തവണ തയ്യാറാവില്ല. മാത്രമല്ല മുരളീധരനെ പോലെ ഒരാൾ അതിന് തയ്യാറാവില്ല. അദ്ദേഹം ഗുരുവായൂർ പോലുള്ള മണ്ഡലമാണ് നോക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറയുന്ന നേമം നിർബന്ധമായും BJP ഉറപ്പിക്കുന്ന സീറ്റാണ്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ പ്രശാന്തിൻ്റെ ഈ ജനപിന്തുണ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. പ്രശാന്ത് കാണിച്ചിട്ടുള്ള അഴിമതികൾ, അതുപോലെ തന്നെ ഈ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള വാടക കുടിശ്ശികയുടെ പ്രശ്നം, ഇതിലൊക്കെ തന്നെ പ്രശാന്തിന് വലിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, തീർച്ചയായിട്ടും ഇമേജ് വലിയ രീതിയിൽ തകരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അവസാനം ശ്രീലേഖയോട് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന പ്രശാന്ത് എത്തി എന്നുള്ളതാണ്. ശ്രീലേഖയെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് പ്രശാന്ത് എന്ത് ചെയ്തത്, ഈ ആ ഗോള് നമ്മുടെ പോസ്റ്റിലേക്ക് ആക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. അങ്ങനെയല്ല, ശ്രീലേഖ വളരെ സൗഹൃദപരമായി അപ്രോച്ച് ചെയ്തൊരു കാര്യമായിരുന്നു അത്. അതിനെ ഈ രീതിയിലൊരു വിവാദമാക്കുകയും അതിനുശേഷം ആ വിവാദത്തിൽ ഏറ്റവും അധികം നാണം കെട്ടത് ആരാണ്? CPM തന്നെയാണ്. തീർച്ചയായിട്ടും VK പ്രശാന്ത് തന്നെ അതിൽ തോറ്റു തുന്നം പാടുന്ന ഒരു അവസ്ഥയാണ് കാണാനുണ്ടായിരുന്നത്. മാത്രമല്ല പ്രശാന്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്നാ നിങ്ങൾ അങ്ങ് ഒഴിപ്പിക്കി എന്നുള്ള ഒരു റൗഡി ഭാഷയുണ്ട്. അത് മാത്രമല്ല, MLA ആയ ഞാൻ, മുൻ മേയറായ ഞാൻ എന്ന് ധാർഷ്ട്യത്തോടെ പറയുകയും ഇന്നലെ കൗൺസിലറായ ശ്രീലേഖ എന്ന രീതിയിൽ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അത് വലിയൊരു
പ്രശ്നം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലേഖ വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥിയെത്താൻ സാധ്യതയുണ്ടെന്നും ശ്രീലേഖയ്ക്ക് അവിടെ നല്ല തരത്തിലുള്ള ജനപിന്തുണയുണ്ട്. അപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു പോളറൈസേഷൻ BJPക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ചില ഏജൻസികൾ നടത്തിയിട്ടുള്ള പിന്നെന്താണ് ഈ സർവേകളുണ്ട്, അഭിപ്രായ സർവേ പോലത്തെ പ്രീ പോൾ സർവേകളുണ്ട്. അപ്പോൾ അത്തരം സർവേകളിലും ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വലിയ വിധത്തിലുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി രാജുവിൻ്റെ ജെട്ടി കേസ്, അത് ആൻ്റണി രാജു ഇപ്പോഴും ഏറൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു ജെട്ടിയുടെ പേരിൽ അറസ്റ്റിലാവുന്ന കേസിലാവുന്ന ശിക്ഷ വിധിക്കപ്പെടുന്ന 2 നർക്കോട്ടിക്സ് ആൻഡ് ഈ ജെട്ടി കേസാണ്, തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ പിണറായി മന്ത്രിയാക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തേച്ചുമാച്ച് കളയാൻ അയാൾ കളിച്ച കളികൾ, നികൃഷ്ടമായ കളികൾ, അതൊരു ജെട്ടി കേസ് മാത്രമല്ല, അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. അതും വിദേശത്ത് നിന്നുള്ള ഒരു പൗരനെ, നമ്മുടെ ഭാവി തലമുറയെ വരെ നശിപ്പിച്ചേക്കാവുന്ന ഈ ഇത്തരത്തിലുള്ളൊരു വലിയ മയക്കുമരുന്ന് കേസിൽ അതിനെ നർക്കോട്ടിക്സിൻ്റെ കേസിൽ അതിനെ തേച്ചുമാച്ച് കളയാൻ വേണ്ടി കോടതിയുടെ പക്കൽ നിന്ന് തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പകരം എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരാൾ മന്ത്രിയായിരിക്കാനോ ജനപ്രതിനിധിയായിരിക്കാനോ പോലും യോഗ്യനല്ല. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലും തിരുവനന്തപുരം മണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യത്ത് ഈ കാറ്റ് നന്നായി വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷ്ണകുമാറിനെ BJP മത്സരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് മാറിയേക്കാം എന്നും പറയുന്നുണ്ട്. പിന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം, കഴക്കൂട്ടത്ത് ഇപ്പോൾ 2 തരത്തിലുള്ള ആലോചനകൾ BJPക്ക് നടക്കുന്നുണ്ട്. BJPയുടെ സീനിയർ നേതാക്കന്മാർ തന്നെ അവിടെ ഇപ്പം സ്ഥിരമായി അവിടെ മത്സരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്ത് BJPക്ക് ഒരു മെജോറിറ്റി ഭൂരിപക്ഷം കഴക്കൂട്ടത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വലിയ വിധത്തിലൊരു ചരിത്രം സൃഷ്ടിക്കുന്ന പോലെ ഒരു മാറാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കായംകുളമാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ പ്രതിഭാഹരി ഇപ്പോൾ MLA ആയിരിക്കുന്ന പ്രതിഭാഹരിയും CPM-ഉം തമ്മിൽ വലിയ, അതായത് അവിടുത്തെ DYFIക്കാരൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കായംകുളം. 2ാമത്തെ ടേമിലും പ്രതിഭാഹരിയെ കൊണ്ടുവരുന്നതിനോട് അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നു. പക്ഷേ അവർ വിജയിച്ച് കയറി. അതിനും ഒക്കെ മുമ്പ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മുമ്പെന്നല്ല അതിന് ശേഷം, അതായത് പ്രതിഭാഹരി MLA ആയതിനു ശേഷം പ്രതിഭാഹരിയുടെ മകൻ്റെ കഞ്ചാവ് കേസ്, ആ കഞ്ചാവ് കേസിനകത്ത് അവർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ, പിടിച്ച എക്സൈസുകാർക്ക് ജോലിയില്ലാതാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പ്രതിഭാഹരിക്ക് വലിയ തരത്തിൽ വിനയായി മാറും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കായംകുളം മണ്ഡലത്തിൽ വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, കായംകുളത്ത് BJP പരിഗണിക്കുന്ന ആരെയാണ്? ശോഭാ സുരേന്ദ്രനെയാണ്. സാക്ഷാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ക്രൗഡ് പുള്ളറാണ്, വളരെയധികം ജനകീയമാണ്. ഒരു കാര്യം ശക്തമായി മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ശേഷിയുള്ള നേതാവ് ഇന്ന് BJPക്കകത്ത് ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളാണ്, സ്ത്രീ നേതാക്കന്മാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. സ്ത്രീ നേതാവ് എന്ന് മാത്രം കൂട്ടിയാൽ പോരാ, BJPയുടെ സ്ട്രോങ് ആയിട്ടുള്ള മുഖം, എന്തും തുറന്നടിച്ച് പറയുന്ന, ഏത് പരിപാടിയിലും പോയി കഴിഞ്ഞാൽ അവിടെ ശോഭാ സുരേന്ദ്രനെ കാണാൻ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണ്. അങ്ങനെയൊരു നേതാവ് കായംകുളത്ത് മത്സരിക്കുമ്പോൾ അവിടെ വലിയ പോളറൈസേഷൻ ഉണ്ടാവും. മാത്രമല്ല വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് വലിയ നിലയ്ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവിടെ SNDP ഈഴവ വോട്ടുകളിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നേരെ നമ്മളിങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി തൃശ്ശൂരിലെ 2-3 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായ കാറ്റുണ്ടാകും. ഏകദേശം 9 മണ്ഡലങ്ങളിലും BJP മുമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ 3 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് നല്ല സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒല്ലൂർ മണ്ഡലമുണ്ട്, രാജൻ്റെ മണ്ഡലം ഒല്ലൂർ. ആ ഒല്ലൂർ മണ്ഡലത്തിൽ BJPക്ക് നല്ല സാധ്യത കാണുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള ന്യൂസുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരും ഒല്ലൂരും അതുപോലെ തന്നെ മറ്റൊരു തൃശ്ശൂരിലെ വേറൊരു മണ്ഡലമുണ്ട്. അപ്പോൾ ആ 3 മണ്ഡലങ്ങൾ തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായി നല്ല സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ഈ വ്യക്തിപരമായ വോട്ടുകൾ കുറേയധികം തൃശ്ശൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ
സുരേഷ് ഗോപി വിജയിക്കുന്ന സമയത്ത് BJPയുടെയും അവിടുത്തെ ക്രൈസ്തവ ആളുകളുടെയും അവിടുത്തെ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി കിട്ടിയത് BJP എന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ട് കൂടിയായിരുന്നു. അപ്പം ഇപ്പോൾ അവിടെ ഒല്ലൂരിലും ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലുമൊക്കെ പരിഗണിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുന്നത് അവിടെ നല്ല ജനപ്രതിയുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ സീനിയർ നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ ഒരുപാട് കഴിഞ്ഞ തവണത്തെയോ പോലുള്ള അവസ്ഥയല്ല ഇപ്പോൾ. BJPയുടെ സീനിയർ നേതാക്കന്മാർ മത്സരിക്കുന്നിടത്ത് BJP ജയിക്കും. ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചു, ഈ പറയുന്ന നിയമം മുമ്പ് ജയിച്ചതാണ്, കോട്ടയത്ത് മുമ്പൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇതാ ഒരു MP തന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ട് BJPക്ക് ഇനി ഒരു വലിയ ഭാവിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മണലൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട്. അവിടെ BJPക്ക് വലിയ സാധ്യത തന്നെയാണ് പറയുന്നത്. അത് സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ അതിന് സഹായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പിന്നെയുള്ളത് പാലക്കാടാണ്. പാലക്കാട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഈ വലിയ സ്ത്രീ വിഷയത്തിലുള്ള ആരോപണങ്ങളും ബലാത്സംഗ കേസും തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ അവിടെ എന്താവുന്നുണ്ട്, BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല പാലക്കാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ CPM കോൺഗ്രസ് പാർട്ടിയിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഈ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നിന്ന് BJPയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്കും കൂടെ അവിടെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പാലക്കാട് തന്നെ വേറൊരു ടെസ്റ്റ് ഉള്ളത് മലമ്പുഴ മണ്ഡലമാണ്. മലമ്പുഴയിൽ VSൻ്റെ മകനെയൊക്കെ ഇറക്കും എന്നൊക്കെ CPM പറയുന്നുണ്ട്. അതിൻ്റെ കാരണം VSൻ്റെ ഒരു ഓർമ്മ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും ഒക്കെയാണ്. പക്ഷേ കാലാകാലങ്ങളായി ഇപ്പോൾ അവിടെ 2ാം സ്ഥാനത്തെത്തുന്നത് BJPയാണ്. കുറഞ്ഞ വോട്ടിനാണ് CPM വിജയിക്കുന്നത്. അതും VS അച്യുതാനന്ദനെ പോലുള്ള ഒരാളെ വെച്ചുകൊണ്ടും. പിന്നീട് ഇപ്പം VS അച്യുതാനന്ദന് ശേഷം അവിടെ മത്സരിച്ച് ജയിച്ചത് VSൻ്റെ കൂടെ നടന്ന് VSന് വേണ്ടി അവിടെ പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ വേണ്ടത്ര സ്വീകാര്യത അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ശക്തനായ BJPയുടെ നേതാവ് വന്നാൽ മലമ്പുഴ മണ്ഡലം പിടിക്കുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ ഒത്തുതീർപ്പ് പൊളിറ്റിക്സ് ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ അവിടെ വിജയിക്കും. അവിടെ K. സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അശ്വിനിയുടെ പേര് കേൾക്കുന്നുണ്ട്. അശ്വിനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് അശ്വിനിയുടെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കന്മാർ നിന്ന് കഴിഞ്ഞാൽ അവിടെയും വിജയിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടെ ഈ പറയുന്ന നമ്മുടെ ഒരു പരിധിക്കുള്ളിലുണ്ട്. അപ്പോൾ എന്തായാലും BJP ഒരു കേവലം രാഷ്ട്രീയ പോരാട്ടം എന്നതിലപ്പുറത്തേക്ക് BJPയുടെ വോട്ടുകൾ BJPയിലേക്ക് തന്നെ എത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു കാലം മുമ്പ് വരെ BJPയുടെ വോട്ട് എന്ന് പറയുന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് ചെയ്യുക. BJP എന്തായാലും ജയിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി മുതൽ BJPയുടെ വോട്ട് BJPയിലേക്ക് തന്നെ കറക്റ്റായിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. കാരണം എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് സാധ്യതകൾ വന്നു, യൂണിറ്റുകൾ വന്നു, പ്രവർത്തനങ്ങൾ വന്നു, വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, അതിനനുസരിച്ചുള്ള ഫണ്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല പ്രവർത്തനങ്ങളും നല്ല രൂപരേഖയും അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ BJPക്ക് ഉള്ളതുകൊണ്ട് തന്നെ BJP വോട്ട് കൃത്യമായി തങ്ങളിലേക്ക് തന്നെ എത്തിക്കാനുള്ള പണി BJP എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായ മത്സരത്തിനും വളരെ കൃത്യമായ വിജയസാധ്യതയുമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കേരളത്തിൽ താമര വിരിയാൻ അനുവദിക്കില്ല എന്ന് കൊട്ടിഘോഷിച്ചവർക്കുള്ള ഒരു മറുപടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി MP ആയത്. അതിനുശേഷം വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, കാരണം 50 വർഷത്തിലധികമായി LDF മാത്രം ഭരിച്ചിരുന്ന തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, പിടിച്ചെടുത്തതിൻ്റെ അന്ന് മുതൽ തന്നെ അവർ ലൈവായി തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലും താമര വിരിയും, ഭാവിയിലും വിരിയും എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് കേരളത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു കാര്യം കൂടി പറയണം. അതായത് കോട്ടയത്ത് ഒരു മണ്ഡലം വിട്ടുപോയി, ഷോൺ ജോർജിൻ്റെ മണ്ഡലം, പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ മത്സരിച്ചിട്ടാണ് PC ജോർജ് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. ഇത്തവണ BJPയുടെ പിന്തുണയോടും അതായത് ജനപക്ഷം BJP ലയിച്ചല്ലോ, ഈ രണ്ടുപേരും ചേർന്ന് ക്രൈസ്തവ ഈ പറയുന്ന നിഷ്പക്ഷ വോട്ടുകളും ചേരുമ്പോൾ ഷോൺ ജോർജ് അവിടെ വിജയിച്ച് കയറും എന്നുള്ളത് തന്നെയാണ്. തിരുവല്ലയിൽ ഈ പറയുന്ന നമ്മുടെ അനൂപ് ആൻ്റണി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. തിരുവല്ലയിൽ അനൂപ് ആൻ്റണിക്കും നല്ല സാധ്യത നിലനിൽക്കുന്നു, അവിടെ വിജയിച്ച് കയറും എന്നുള്ളതും കൂടിയുണ്ട്. അത് നമ്മൾ വന്ന സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്.